BJP CPM സഖ്യം ഉണ്ടെന്ന് ആ സംശയം നിങ്ങൾക്കുണ്ടോ? സംശയമല്ലല്ലോ, അത് യഥാർത്ഥമായിട്ടുള്ള കാര്യമല്ലേ. അത്ഭുതം തോന്നി ഈ സാഹചര്യത്തിൽ പാലക്കാട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വരാൻ എന്താണ് കാരണം എന്ന് ഞങ്ങളും വളരെ കൂലങ്കുഷമായി ചിന്തിക്കേണ്ടായ. തീർച്ചയായിട്ടും ആ സ്ഥാനാർത്ഥിയുടെ പിന്നിൽ ഒരു ഹിഡൻ അജണ്ടയുണ്ട്. ആ അജണ്ട BJPയുമായിട്ടുള്ള രഹസ്യധാരണയുടെ ഭാഗമായിട്ടുള്ള അജണ്ട തന്നെയാണ്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാകും. അവിടെ മാത്രമല്ല, വേറെ 1-2 സീറ്റുകളിലും ഉള്ളൂ. എവിടെ സ്വാഭാവികമായിട്ടും അർഹതപ്പെട്ട ഒരുപാട് ആളുകളുടെ പേര് പരിഗണിക്കപ്പെട്ടിരുന്നു. ഫൈനലായിട്ട് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയിൽ അംഗീകരിച്ച പേരുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എല്ലാ പേരുകളും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. സത്യമാണ്, കോൺഗ്രസിനകത്ത് ഒരുപാട് പേര് അർഹരായ നേതാക്കന്മാരുണ്ട് സ്ഥാനാർത്ഥികളാകാൻ. ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് എല്ലാവരും ഒരുമിച്ച് കാണുന്നത് 10 വർഷത്തെ ഇടതുഭരണം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് സ്ഥാനാർത്ഥികളാകാൻ പറ്റാത്തവരെല്ലാം കൃത്യമായിട്ടും അവരുടെ പ്രയാസങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ആ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അവർ പാർട്ടിയെ സഹായിക്കാൻ രംഗത്തുണ്ടാവും. അതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. പെരുമ്പാവൂരിലെ പുതിയ സ്ഥാനാർത്ഥി വന്നു. സിറ്റിംഗ് MLA കൃത്യമായിട്ട് ഞാൻ സിറ്റിംഗ് MLAയുടെ നടപടിയെ അങ്ങേറ്റം സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹം മാറ്റിയപ്പോഴും വളരെ പക്വതയോടെ പെരുമാറി എന്നുള്ളതിന് ഇല്ല. ഞങ്ങൾ നേരത്തെ ഒരു കാര്യം പ്രഖ്യാപിച്ചിരുന്നു. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അറിയില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരരംഗത്ത് മാറി നിൽക്കുന്നവരായിരിക്കും കേരളത്തിലെ ഗവൺമെൻറ് വന്നാൽ സുപ്രധാന പദവികളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നവർ. മത്സരിക്കുന്നവരല്ല. മത്സരിക്കാൻ അവർക്ക് അവസരം കൊടുത്തു. അവരെ ജയിപ്പിക്കാൻ എല്ലാവരും ഒന്നിച്ചിറങ്ങുക. ഞങ്ങളെ നാളെ രാവിലെ പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങളിലേക്കെല്ലാം കേരളത്തിന് പുറത്തുള്ള സീനിയർ നേതാക്കന്മാരായിട്ടുള്ള ഒബ്സർവർമാർ വരും. ആ ഒബ്സർവർമാർ വരുന്ന 12-13 ദിവസക്കാലം കേരളത്തിലുണ്ടാകും. പ്രവർത്തനങ്ങളിൽ എവിടെയെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇടപെട്ട് പരിഹരിക്കാനും പ്രവർത്തകരോട് സംസാരിക്കാനും നേതാക്കളോട് സംസാരിക്കാനും പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ ഇറങ്ങുന്ന പരിഗണിക്കപ്പെട്ട എല്ലാ നേതാക്കന്മാർക്കും അവരർഹിക്കുന്ന പരിഗണന ഉണ്ടാവും, സംശയമില്ല. സ്ഥാനാർത്ഥികളിൽ പലരും KC വേണുഗോപാലിന്റെ ചിത്രം കൂടെ ചേർത്താണ് പോസ്റ്ററുകൾ അച്ചടിച്ചും ഒട്ടിക്കുന്നത്. അത് ശരി, അതാണോ ഇപ്പോഴത്തെ വാർത്ത? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഇതുവരെ പിടിച്ചിട്ടില്ല. ഇപ്പോൾ ചോദിച്ചു അഭിപ്രായ വ്യത്യാസമുണ്ടോ. ഒരു മന്ത്രിയെ പ്രഖ്യാപിച്ചിട്ട് 4 ദിവസമായിട്ട് അയാൾ ഇറങ്ങിയോ? നിങ്ങൾ ആരെങ്കിലും മാധ്യമങ്ങൾ എഴുതിയോ? ഒരു മന്ത്രിയെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിച്ചിട്ട് 3-4 ദിവസമായിട്ട് അദ്ദേഹം പ്രചരണ രംഗത്ത് പോലും ഇറങ്ങിയിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് 2 പ്രാവശ്യം പറയുന്നു അദ്ദേഹമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി, അദ്ദേഹം ഇറങ്ങിയിരിക്കും. പക്ഷേ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേട്ടത് അദ്ദേഹം അവിടെ നിന്ന് മാറി വേറൊരു സീറ്റിൽ മത്സരിക്കുന്നു. അവിടെ അദ്ദേഹം പറഞ്ഞ വേറൊരാളെ മത്സരിക്കും. 5 സീറ്റുകളിൽ, അതുകൂടാതെ 5 സീറ്റുകളിൽ ഇനിയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. നിങ്ങൾ ആരും പറയുന്നില്ലല്ലോ. ഞങ്ങളുടെ പാർട്ടിക്കകത്ത് സ്ഥാനാർത്ഥികളാകാൻ ആഗ്രഹിച്ച ഒരുപാട് പേരുണ്ട്, അർഹതപ്പെട്ടവരുണ്ട്. ആകാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവരെല്ലാം പാർട്ടിയുടെ മുൻനിര നേതാക്കന്മാരായിട്ട് പാർട്ടി ഗവൺമെൻറ് വന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട പദവികളിൽ ഉണ്ടാകുന്നവരായിരിക്കും, സംശയമില്ല. പക്ഷെ ഇതിന് നിങ്ങൾ ഉത്തരം പറ. ഒരു സിറ്റിംഗ് മന്ത്രിക്ക് അവരുടെ മണ്ഡലത്തിൽ മത്സരിക്കാൻ പോലും ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ലല്ലോ എന്നാണ് വിശ്വാസം. അതുകൊണ്ട് ഒരു വൈകല്യം ഉണ്ടായിട്ടില്ല. വി ആർ എഹെഡ്. പിന്നെന്താ സംശയം? നിങ്ങൾ സുധാകരൻ്റെ വിഷയം എന്തായിരുന്നു കഴിഞ്ഞ 2-3 ദിവസക്കാലം നിങ്ങൾ ഉണ്ടാക്കിയത്? ഇന്ത്യ രാജ്യത്ത് ഉണ്ടാക്കിയ ഏറ്റവും വലിയ മിഞ്ഞാന്ന് വൈകുന്നേരം സുധാകരൻ്റെ പ്രസ്താവന കണ്ടാൽ മനസ്സിലായി എനിക്ക് എത്രയോ വലുതാണ് പാർട്ടി. ആ ഒറ്റ വാചകത്തിൽ തന്നെ അതാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരൻ്റെ വികാരം. ശരി, അല്ല ഇതാണ് ടാർജറ്റ്. ഇന്നത്തെ ടാർജറ്റ് ഇതാണോ? ഇത് ചോദിക്കാനാണോ ഇന്നത്തെ ടാർജറ്റ്? അവിടുന്ന് പറഞ്ഞത് ഇതാണല്ലേ? ഈ ചോദ്യമാണ് ചോദിക്കേണ്ടത്. എല്ലാവരും KCയുടെയും സതീശൻ്റെയും രമേശിൻ്റെയും ശശി തരൂരിൻ്റെയും സുരേഷിൻ്റെയും എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ്. കോൺഗ്രസ്സിൽ അങ്ങനെ ഒരാളുമില്ല. അത് CPMൽ ഒരാളെ തീരുമാനിക്കാൻ പാടുള്ളൂ. ആ തീരുമാനിച്ചാലേ നടക്കുള്ളൂ. അതാണ് ആ ഗോവിന്ദൻ മാഷൊക്കെ തളിപ്പറമ്പിലെ ഗോവിന്ദനും സുധാകരനൊക്കെ പറയുന്നത്. അതാണ്. അവിടെ വേറെ ആർക്കും തീരുമാനമാക്കുക. ഇവിടെ എല്ലാവർക്കും തീരുമാനിക്കാൻ അവകാശമുണ്ട്. ഇവിടെ എല്ലാവരുടെയും സ്ഥാനാർത്ഥികളാണ്. നമസ്കാരം. 25-ന് കോഴിക്കോട്.